ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ പറഞ്ഞാൽ എങ്ങനെ കോയിൻസ് സേവ് ചെയ്യാം, അതെങ്ങനെ എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിക്കാം. എല്ലാവർക്കും കോയിൻ സേവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സ്പെൻഡ് ചെയ്യാതിരുന്നാൽ മതി. അത് എളുപ്പമുള്ള കാര്യമാണ്. മൈൻഡ് ഒന്ന് റെഡിയാക്കി നിർത്താൻ മതി. ചിലർക്ക് 100 കോയിൻ ആകുമ്പോൾ തന്നെ പോയി കറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ നിർത്തിയാൽ തന്നെ കോയിൻ സേവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ പ്രശ്നം വരുന്നത് വെച്ചാൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള ഒരു ഫാക്ടർ വരുമ്പോഴാണ്. പലപ്പോഴും ഞാൻ കാണാറുള്ളത്, ഒരു അത്യാവശ്യം 1000 കോയിൻ ആകുമ്പോൾ എന്തായാലും 1000 കോയിനല്ലേ, 1000 കോയിനത്തിൽ എന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് വെച്ചാൽ അത് പോയി കറക്കും. നേരെ പോയിട്ട് കറക്കും. ഏതെങ്കിലും ഒരു പാക്കായിരിക്കും, റാൻഡം ഒരു പാക്കായിരിക്കും. പ്ലേയേഴ്സ് ആരാണെന്നും പല ആൾക്കാരും നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കോയിൻസ് വേസ്റ്റ് ആയി പോണത്. ഈ വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പിക്ക് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂട്ടാൻ ആകെ ഒരു വഴിയേ നിൽക്കുള്ളൂ, മാക്സിമം സ്പിൻ എടുക്കുക. ഈ സ്പിൻ എടുക്കണമെങ്കിൽ വേണ്ടത് കോയിൻസാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ പൈസ മുടക്കാതെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോയിൻസ് വളരെ അവൈലബിളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 1000 കോയിൻസിൻ്റെ ഇവൻ്റ് ഉണ്ടല്ലോ, വേൾഡ് കപ്പ് വന്നപ്പോൾ ഇൻവിറ്റേഷൻ ഗെയിമിൻ്റെ, അതൊക്കെ അത്രയും കഷ്ടപ്പെട്ട് കളിച്ചെടുത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കോയിൻസ് കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ല ഗെയിമിൽ. ഇപ്പോൾ കിട്ടുന്ന കോയിൻസ് എവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ സൈറ്റിൽ തിങ്കളാഴ്ച ആകുമ്പോൾ 10 കോയിൻസ് എന്നും വരും, എല്ലാ ആഴ്ചയും വരും. അത് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അറിഞ്ഞിട്ടും. കാരണം 10 കോയിൻസ് അല്ലേ, എന്തെങ്കിലും നക്കാപ്പിച്ച് തരുന്നു പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുറച്ച് കോയിൻസ് കൂട്ടി വെച്ചാലേ കുറേ കോയിൻസ് നമുക്ക് കിട്ടുള്ളൂ. 10 10, 5 5 കോയിൻസ് കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അവിടെ പോയി എടുത്തോളാം. F2Pക്കാരോട് പറയാനുള്ളത് അതാ. പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, പക്ഷേ അങ്ങനെ മുടക്കാതെ കളിക്കുന്നവർക്ക് ഇതേ ഒരു വഴിയുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതെങ്ങനെ എടുക്കേണ്ടത് പലർക്കും അറിയില്ല കേട്ടോ. പലർക്കും ഈ സംഭവം അറിയില്ല, അതുകൊണ്ട് എടുക്കാത്തതുകൊണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കോയിൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അവിടെ നിന്നൊക്കെ ചാമ്പ എടുക്കുക, അത്ര ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു മാസം കിട്ടുന്ന കോയിൻസ് 1000-ന് ഇവൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത്. ഈ ഒരു വേൾഡ് കപ്പ് ടൈമിലൊക്കെ നല്ല കോയിൻസ് 3000-ന് മുകളിൽ കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു, അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ നോർമലി ഒരു ഇവൻറ്റ് വരുമ്പോൾ 200, 250, 500 വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കോയിൻസ് കിട്ടാറുള്ളത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഒരാഴ്ച നമുക്ക് വരുന്ന ഇവൻറ്റ്സ് പറയുമ്പോൾ 2 PvP ഇവൻറ്റ്സാണ് 50-ൻ്റെ. പിന്നെ ലോഗിൻ മോഡ്സ് നോർമൽ ഒരു 50 കോയിൻസ് ഉണ്ട്. ഒരു 10 കോയിൻസ് ഞാൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 160 കോയിൻസാണ്. 150 ആയിട്ട് കൂട്ടട്ടോ നമുക്കിപ്പം. 150 കോയിൻസാണ് ഒരു ആഴ്ച ഇവൻറ്റ്സും ഇല്ലാത്തൊരു നോർമൽ സെനാരിയോയിൽ കിട്ടാൻ പോകുന്നത്. ഇങ്ങനത്തെ 4 ആഴ്ചയാണ് ഒരു മാസം ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 600 കോയിൻസ് അങ്ങനെ കിട്ടും. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ 4 ആഴ്ചൻ്റെയും 10 കോയിൻസ് കളക്ട് ചെയ്ത് 640, 650 ലെവലിലൊക്കെ നമുക്ക് പറയാം, അപ്രോക്സിമേറ്റ് കേട്ടോ, റൗണ്ട് ഓഫ് ചെയ്തിട്ട്. ഇനി ഇവൻറ്റ്സിന് 200 കോയിൻസ് കൂട്ടി 850, 200 കോയിൻസ് ആയിട്ട് മിനിമം ഞാൻ കൂട്ടുന്നത്. ഇതിൻ്റെ അപ്പുറം പോകും. അത് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ 1000-ന് മുകളിലൊക്കെ കോയിൻസ് സേവ് ചെയ്യാൻ പറ്റും ഒരു മാസം കൊണ്ടൊക്കെ. അപ്പോൾ നോർമൽ ഇവൻറ്റ് 200 കോയിനാണ് നിൽക്കുന്നത് വെച്ചാൽ 850 കോയിൻസ് ആയിട്ട് കൂട്ടാം. അങ്ങനെ മാസങ്ങൾ കൂടുന്നവരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 850, 1000 ലെവലുള്ളൊരു കോയിൻസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാവർക്കും കൊണ്ടും പറ്റും, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം നോക്കുക. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലരും ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ POTW പാക്സ് ഉണ്ടാവില്ല, അതിൽ 102, 103 റേറ്റിംഗ് ഒക്കെ പോകുന്ന പ്ലേയേഴ്സ് ഇടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഫ്രീ സ്പിന്നിൽ എടുക്കും. എൻ്റെ ഫ്രീ സ്പിൻ ഉണ്ടല്ലോ, നമുക്ക് മാച്ച് കളിച്ചാൽ ഫ്രീ സ്പിൻ കിട്ടും. അത് വെച്ച് കറക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കോയിൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കുക, POTWനെക്കാട്ടിലും നല്ല കാർഡ്സ് വരാം ഷോർട്ട് ടൈം, പക്ഷേ അത് കിട്ടാൻ ചാൻസ് കുറവ്. പക്ഷേ POTW ആണ് കുറച്ചുകൂടി കിട്ടാൻ ചാൻസ്. പക്ഷേ എന്ത് ചെയ്യാറ്, ഗെയിമിൻ്റെ സെൻസിൽ നോക്കുക. റിയൽ ലൈഫിൽ എന്തും ആയിക്കോട്ടെ, ഇതെൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഗെയിമിൻ്റെ ബേസിസിൽ നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലെയറിനെ എടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഗെയിമിൻ്റെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കി ഇതിലെങ്ങനെ പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. POTW ഫ്രീ സ്പിന്ന് മാത്രം എടുക്കുക, കോയിൻസ് സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. എന്നാലേ കോയിൻസ് വേസ്റ്റ് ആവാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മാനേജേഴ്സ്. ലോംബോൾ കൗണ്ടറിൻ്റെ മാനേജർ ഓൾറെഡി ചിലപ്പോൾ കണ്ട നിങ്ങൾക്ക് അടുത്ത് ക്യാപ്പലോ ഉണ്ട് വിചാരിക്കുക. ക്യാപ്പലോ അത്യാവശ്യം നല്ല മാനേജറാണ്. അപ്പോൾ അടുത്തത് വേറൊരു ലോംബോൾ കൗണ്ടർ മാനേജർ വന്നു, ദശാംശം വന്നു. നിങ്ങൾ ഓൾറെഡി ആ ലോംബോൾ കൗണ്ടർ പ്ലേയിങ് സ്റ്റൈലിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പുള്ളിയുടെ ബൂസ്റ്റർ സർവീസ് വെച്ച് ഓക്കെ ആണെങ്കിൽ, പിന്നെ ദശാംശം പോയി എടുക്കാൻ നിൽക്കരുത്. അത് വേസ്റ്റ് ഓഫ് മണിയാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് കോയിൻ ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലോംബോൾ കൗണ്ടർ എല്ലാവർക്കും സെയിമാണ്. ഓരോ മാനേജറിനും ഓരോ ടൈപ്പിലെ ലോംബോൾ കൗണ്ടർ അല്ല. മാറ്റം വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബൂസ്റ്റേഴ്സിനും അവരുടെ ലിങ്ക് പ്ലേക്കും ഈ ഒരു സിനർജി പരിപാടി ഉണ്ട്. ചില ആൾക്കാർ മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർ ഡിഫൻഡേഴ്സ് ആയിരിക്കും. ആ രീതിക്കാണ് പോവുക. അപ്പോൾ അത് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അതായത് ലോങ് ബോൾ കൗണ്ടർ പലർക്കും പല രീതിക്കല്ല. അപ്പോൾ അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പം നോക്കി സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പം 89 ഉള്ള മാനേജർ 90 ആക്കണമൊക്കെ തോന്നുന്നുണ്ടാവും. 90 വരുമ്പോൾ വേണം എടുക്കാം, കോയിൻസ് നോക്കി സ്പെൻഡ് ചെയ്താൽ മതി. അതും നിങ്ങൾ പ്ലേയേഴ്സ് ഒന്നും വേണ്ട, മാനേജർ മാത്രം മതിയെങ്കിൽ 750 കോയിൻസിന് മാനേജർ മാത്രം വരും, അന്നേരം എടുക്കുക.
അപ്പോൾ നോക്കി കണ്ടും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ റൊണാൾഡോനെ എടുത്തു. അത് കാരണം എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ്. റൊണാൾഡോന് വേറെ കാർഡില്ല, റൊണാൾഡോനെ കളിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു എപ്പിക് സ്ട്രോങ് CF നമ്പർ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് എന്താ ഉപകാരം വെച്ചാൽ പിന്നെ എനിക്ക് സ്ട്രോങ് CF വരുമ്പോൾ ഒഴിവാക്കാം. അപ്പോൾ ക്ലോസേ വന്നു. ക്ലോസേ സ്ട്രോങ് CF ആണ്, ഹൈറ്റൊക്കെ ഉണ്ട്, 184 കാണും. പക്ഷേ എന്തുകൊണ്ടും നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിനെ സ്കിപ്പ് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റൊണാൾഡോനെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രോങ് CF അല്ലെങ്കിൽ CF കാർഡ് വരുന്ന പാക്സ് ഒന്നും കറക്കുന്നില്ല. ആ രീതിക്കാണ് തീരുമാനിച്ചത്. ഇനി ടോപ്പ് റൊമന്നീഗ്, എറ്റോ, ഷെവ്ചെങ്കോക്കെ വരുമല്ലോ, ഇങ്ങനത്തെ മെറ്റ എൻഡ് കാർഡ്സ് അങ്ങനെ വരുമ്പോൾ കറക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിക്ക് ചെയ്താലും നല്ലതായിരിക്കും സ്പെൻഡ് ചെയ്യുമ്പോൾ. ഇനി നോക്കാനുള്ളത് ഏതൊക്കെ പാക്സിൽ സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നെയ്മറിൻ്റെ പാക്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്ലെയറാണ് നെയ്മർ. റിയൽ ലൈഫിലാണെങ്കിലും ഇൻ ഗെയിമിലാണെങ്കിലും. അപ്പോൾ ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്ത കാർഡുമായിരുന്നു. ഈ കോയിൻസൊക്കെ സേവ് ചെയ്തതും നെയ്മർ, വിയേര അങ്ങനത്തെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നെയ്മർ വന്നതിന് ശേഷം ഭക്ഷണം വെച്ചിട്ട് മാർസലോയും ലോറിസുമാണ് കൂടെ വന്നത്. ഇതിൻ്റെ പ്രശ്നം കുറച്ച് കോയിൻസ് സ്പെൻഡ് ചെയ്യുന്നവർക്കറിയാം. ഈവൻ ചില പാക്സിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് എപ്പിക്സ് അടിക്കുക. 100 കോയിൻസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 900 എപ്പിക്സ് അടിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഓഡ് വർക്കാകുമ്പോൾ ചിലപ്പോൾ എപ്പിക്സ് മാത്രമേ ഉള്ളൂ, അവിടെ നെയ്മർ തന്നെ കിട്ടുന്ന ഉറപ്പില്ല. മേ ബി മാർസലോ ലോറിസോ കിട്ടുക. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് അധികം പ്രശ്നം നമ്മൾ യൂസ് ചെയ്യില്ല. മാർസലോ ഒക്കെ ഫുൾ ബാക്ക് ഫിനിഷറൊക്കെ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നത് എപ്പിക് ആയതുകൊണ്ട് മേ ബി യൂസ് ചെയ്യായിരിക്കും. പക്ഷേ ഫുൾ ബാക്ക് ഫിനിഷറൊക്കെ പ്ലേയിങ് സ്റ്റൈൽ വളരെ ഷോക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. യൂസ് ചെയ്യുന്നവർക്ക് കാണും, പക്ഷേ ഇൻ ഗെയിമിൽ ഭയങ്കര ശോകം പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരും. എന്നാൽ കോയിൻസ് വേസ്റ്റ് ആയെന്നല്ല, അറ്റ്ലീസ്റ്റ് എപ്പിക്ക് കിട്ടിയെന്നുള്ളത് നേരാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ വാല്യൂ ആ ഒരു കോയിന് കൊടുക്കും പോലെ തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നോക്കുക, ഇനി വരാൻ പോണ ഫ്രാൻസ് പാക്കിൻ്റെ റൂമറുണ്ട്. അതായത് വിയേര, തുറാം, ഡിസൈലി എന്നുള്ള രീതിക്ക് റൂമർ വരുന്നത്. ഇത് 3 പ്ലേയേഴ്സ് ഒരുമിച്ച് വരാറില്ല, മേ ബി 2 പ്ലേയേഴ്സ് വരുമായിരിക്കും. തുറാമും വിയേരയും വരുന്നത് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് വരുമ്പോൾ 3 പ്ലേയേഴ്സും വെർത്താണ്. ആലോചിച്ച് നോക്കും. ഡിസൈലി ടോപ്പ് സെൻറ്റർ ബാക്കാണ് ഡെസ്ട്രോയറിൽ, അതുപോലെ ടോപ്പ് 3 വരുന്നതാണ്. അതുപോലെ തന്നെ തുറാം അവിടെ എൻഡ് കാർഡാണ്, ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ. അതുപോലെ വിയേറിൻ്റെ ആങ്കർമാൻ കാർഡാണെങ്കിലും ബോക്സ് കാർഡാണെങ്കിലും ഇൻ ഗെയിം അടിപൊളി ബിൽഡാണ്, ടോപ്പ് പെർഫോമൻസാണ് ഗെയിമിൽ തരിക. ഈവൻ ഡെസ്ട്രോയർ ഒന്നാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പാക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തേടി പിടിച്ച് കറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 955 കോയിൻ സേവ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ വേൾഡ് കപ്പ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വെറുതായിട്ട് കുറേ പ്ലേയേഴ്സ് വന്നിട്ട്, ഇപ്പോൾ ലാമ് വന്നു റീസെൻ്റ്ലി, നെയ്മർ വന്നു. പക്ഷേ കൂടെ വരുന്ന പ്ലേയേഴ്സ് എനിക്ക് വേണ്ടാത്ത പ്ലേയേഴ്സാണ്. അപ്പം കുറച്ച് കോയിൻസ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ച് കറക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും. നിങ്ങൾ കറക്കുന്നതിന് തെറ്റും പറയാനില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറാണ് അത്. പക്ഷേ ഞാൻ പറയുമ്പോൾ ചെയ്ത് നോക്ക്, കുറച്ചുകൂടെ ഓഡ്സ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കോയിൻസ് സേവ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്പേസ് എക്സ്ട്രാ എടുക്കാൻ പറ്റും. അപ്പോൾ ചാൻസ് പിന്നെ കിട്ടുക നമുക്ക് ആ ഒരു എപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ വെർത്ത് പ്ലേയേഴ്സുള്ള 2 പ്ലേയേഴ്സെങ്കിലും മിനിമം അടിപൊളി പ്ലേയേഴ്സാണെന്നുള്ള പാക്സ് കറക്കാൻ നോക്കുക. ഇതാണ് സ്പെൻഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഇതാണ് ആകെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്. വേറെയും കുറേ കോയിൻസ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇനി കോയിൻസ് എടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 10 കോയിൻസിൻ്റെ സാധനം ഇപ്പോൾ കാണിച്ചില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുട്ബോൾ സൈറ്റ് എന്ന് ക്രോം സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈറ്റ് എനേബിൾ ആക്കിയിട്ട് ഏറോ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെലക്ട് സെർവർ എന്നിട്ട് വരും. നമ്മുടെ സെർവർ ഏതാണ് റീജൻ വെച്ചാൽ കൊടുക്കുക. പിന്നെ ലോഗിൻ ഐഡിയും പാസ്വേഡൊക്കെ അടിക്കാണ്ട് അത് നിങ്ങൾ അടിച്ചു കൊടുക്കട്ടെ, അതിവിടെ കാണിക്കുന്നില്ല. അതുപോലെ നമുക്ക് OTP വരും, ഒരു 6 ഡിജിറ്റ്, അത് അടിച്ചു കൊടുക്കുക. അതുപോലെ വെരിഫിക്കേഷൻ ഉണ്ട്, അതായത് ഒരു ക്യാരക്ടറെ കാണിക്കും, ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ താഴത്തെ ബോക്സിൽ കുറച്ച് ഓപ്ഷൻ തരും. ആ കാർട്ടൂൺ ക്യാരക്ടറെ താഴത്തുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ ആയിട്ട് ചിലപ്പം ചോയ്സ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ 1 മാത്രമേ ഉണ്ടാവും. അത് നോക്കി ചെയ്താൽ മതി. എന്നിട്ട് iOS ആണ് iOS, ആൻഡ്രോയിഡ് ആണ് ആൻഡ്രോയിഡ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തുകൊണ്ട് ഇപ്പം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ക്ലെയിം കാണാൻ പറ്റും. ആ ക്ലെയിം അടിച്ചു കൊടുത്താൽ മാത്രം മതി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സാധനം പോകും. അപ്പോൾ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത് ഈ വീഡിയോ കൂടെ. ഇത്ര ലെങ്ത് എടുത്തു, പക്ഷേ ക്ഷമിക്കണം, കുറേ പറഞ്ഞു പോയി. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലേസ് പറഞ്ഞാൽ നിങ്ങൾ കറക്കിക്കോ. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലേസ് കുറച്ചുകൂടി വെർത്തായിരിക്കും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാക്ക് കറക്കാൻ കിട്ടുന്ന ചാൻസ് കുറച്ചുകൂടെ കൂടും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ പ്രോബിലിറ്റി കിട്ടും. ആ രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാണ് വിചാരിക്കുന്നു. കുറേ പറഞ്ഞു വെറുപ്പിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയൊക്കെ നല്ല വീഡിയോ ഗൈസ്. സോ